പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് കാണുവാൻ കഴിയുന്നതിൽ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ജീവവചനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. तुझे बस शुक्रिया क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया। तुझ में ही मेरी सुबह, तुझ में ही हर शाम, तुझसे ही करता शुरू हर कोई काम। तुझ में ही मेरी सुबह, तुझ में ही हर शाम, तुझसे ही करता शुरू हर कोई काम। शुक्रिया कहता हूँ मैं लेके तेरा नाम, आदर और धन्यवाद आज तेरे नाम। शुक्रिया 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 तेरा, शुक्रिया 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 तेरा। കഴിഞ്ഞ 2 ആഴ്ചകളിലായി നാം തുടർമാനമായി ചിന്തിച്ചു വന്ന വചനം, നാം ഭൂമിയിൽ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന ആദ്യമായി നമ്മൾ ചിന്തിച്ച ആ വിഷയം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകണം എന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത്. ആദ്യത്തെ ആഴ്ചയിൽ ആ വെളിച്ചത്തിൻ്റെ മക്കളായി നമ്മൾ നടക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ചിന്തിപ്പാനിടയായതിനു ശേഷം വെളിച്ചം നഷ്ടപ്പെടുവാനായിട്ടുള്ള സാധ്യത ഉള്ള മേഖലകളെക്കുറിച്ചും നമുക്ക് ചിന്തിപ്പാനിടയായി. ഇന്ന് നമ്മൾ അതിനോടനുബന്ധിച്ച് ചിന്തിക്കുന്നത്, രണ്ടാമതായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തായി തീരണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ളതാണ്. സ്തോത്രം. നമുക്കത് തിരുവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം എന്നുള്ള വിഷയം കർത്താവ് അവിടെ തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഉപ്പിനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവവചനം യഥാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെ ഈ ഭൂമിയിൽ കർത്താവാക്കിയിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഉപ്പിൻ്റെ യഥാർത്ഥമാകുന്ന ഒരു ഗുണം നമ്മൾ ലോകത്തിന് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് കർത്താവ് അവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പീൻ എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വാക്യങ്ങളോട് നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവ് നമ്മളോട് പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ വീണ്ടും നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്, നിങ്ങളിൽ തന്നെ നിങ്ങൾ ഉപ്പുള്ളവരായിരിക്കണം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലോകത്തിൻ്റെ ഉപ്പായി നമ്മൾക്ക് മാറുവാൻ കഴിയണമെങ്കിൽ ആദ്യം ദൈവം വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ഉപ്പായി തീരേണ്ട ആവശ്യകതയാണ്. നമ്മൾ വ്യക്തിപരമായി ഉപ്പായി തീരുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തിൻ്റെ ഉപ്പായി തീരുവാൻ സാധ്യമായി തീരത്തുള്ളൂ. അഥവാ ലോകത്തിന് ഉപ്പിൻ്റെ രസം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ.
അപ്പോൾ ഇവിടെ നമ്മൾ തിരുവചനം നമ്മൾ ആവശ്യപ്പെടുന്നത്, അപ്പോൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചിന്തിച്ചത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളിവിടെ ചിന്തിക്കാൻ ഇടയായി തീർന്ന വിഷയം നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പായി തീരണം എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഉപ്പ് എന്നുള്ളത്. ഉപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നമുക്കറിയാം, അത് രുചി വരുത്തുന്നതാണ്. അപ്പോൾ ലോകത്തിൽ നമ്മൾ ഉപ്പായി തീരണം എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ യഥാർത്ഥമായി ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിശ്ചയമായിട്ട് ലോകത്തിന് നമ്മൾ ഒരു രുചി പകർന്നു കൊടുക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും വാസ്തവത്തിൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ ഉപ്പായി തീരുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഉപ്പിന് ആദ്യത്തെ ഗുണം ഞാൻ പറഞ്ഞു, അത് രുചി വരുത്തുന്നതാണ്. രണ്ടാമത് ഉപ്പിന് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമുണ്ട്. നമുക്കറിയാം, ഉപ്പ് മുറിവ് ഉണക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. രുചി വരുത്തുക മാത്രമല്ല, മുറിവ് ഉണക്കുവാൻ ഉപ്പിന് ഒരു കഴിവുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ മുറി ഉണക്കുന്ന ഒരനുഭവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം എന്ന് തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, അത് നമുക്ക് എത്രമാത്രം ചെയ്തു തീർക്കുവാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് നമ്മളെ ഒന്ന് വിലയിരുത്തേണ്ട ആവശ്യകതയും ഈ വചനത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഒന്ന് രുചി വരുത്തുക, മറ്റൊന്ന് മുറിവ് ഉണക്കുവാൻ സാധ്യമായി തീരുക. എന്താണ് ഈ മുറിവ് ഉണക്കുവാൻ സാധ്യമായി തീരുന്നത്? എങ്ങനെയാണ്? അതിന് വേണ്ടി നമുക്ക് രണ്ടർത്ഥത്തിൽ ചിന്തിക്കാം. പാപത്തിൻ്റെ അഗാധമാകുന്ന മുറിവുകൾ ഏറ്റുകൊണ്ട് ലോകത്തിലായിരിക്കുന്ന അനേക വ്യക്തികളെ നമ്മൾ ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. അവരെ കണ്ടുമുട്ടുമ്പോൾ യേശുവിനെ പകർന്നു കൊടുക്കുവാൻ കഴിയുന്നതിലൂടെ ഈ പാപത്തിൻ്റെ മുറിവുകൾക്ക് ശാശ്വതമാകുന്ന ഒരു പരിഹാരം വരുത്തുവാൻ ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ആ ഉത്തരവാദിത്വം മറന്നു പോകുവാൻ ഇടയാകാതെ അത് നിരന്തരമായി ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മറ്റ് പല നിലകളിൽ മാനസികമായി മുറിവുകൾ ഏൽക്കുന്നവരുണ്ട്. അങ്ങനെ മാനസികമായി ഒരിക്കലും ഉണങ്ങാൻ കഴിയാത്ത മുറിവുകളുമായി ഭാരപ്പെട്ട് കഴിയുന്ന അനേക വ്യക്തികൾ പല നിലവാരത്തിൽ നമുക്ക് ഓരോ ദിവസവും കണ്ടെത്തുവാൻ സാധ്യമായി തീരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെയും മുറി ഉണക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അത് ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് സാധ്യമായി തീരുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, നമ്മൾ അതിനുവേണ്ടി ഒത്തിരി ദൂരെയൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുവാൻ സഞ്ചരിക്കേണ്ടതായിട്ടിരിക്കുന്നില്ല. നമ്മുടെ സമീപത്ത് തന്നെ, നമ്മുടെ അയൽവക്ക വീടുകളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ ഇങ്ങനെയുള്ള അനേകരെ നമുക്ക് ഓരോ ദിവസവും കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളവരോട് യേശുവിനെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ കഴിയുന്നതിലൂടെ അവരുടെ പാപത്തിൻ്റെ അഗാധമാകുന്ന മുറിവുകളെ ഉണക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. മാത്രമല്ല, മാനസികമായി തകർന്നിരിക്കുന്നവരെ, മുറിവേറ്റിരിക്കുന്നവരെ ആ മുറിവിൽ നിന്നും പൂർണ്ണമായ ഒരു സൗഖ്യത്തിലേക്ക് നടത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു െങ്കിൽ അതിനും നമുക്ക് സാധ്യമായി തീരും. അപ്പോൾ ഇത് രണ്ടിൽ നിന്നും നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ ഉപ്പായിട്ടാണ്. മാത്രമല്ല, ഉപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തിരുവചനം നമ്മൾ ഈ ഉപ്പായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ഉപ്പിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമ്പോൾ തന്നെ, സ്തോത്രം, നമ്മൾ തിരിച്ചറിയണം, ഈ ഉപ്പിന് ഒരു ദാഹം ഉളവാക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമായി ഉപ്പെന്ന് പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യേശുവിനെ കുറിച്ച് അറിയാത്ത ഇനിയും അനേക ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ കൂടെ ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞ് ഈ സത്യവചനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ ആ യഥാർത്ഥമാകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള അതിലൂടെ ഒരു ദാഹം ലോകത്തിന് നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധ്യമായി. അപ്പോൾ വാസ്തവത്തിൽ ദൈവം പറയും, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ആത്മാക്കളെക്കുറിച്ച്, അഥവാ യേശുവിലേക്ക് ജനങ്ങൾ കടന്നു വരണം എന്നുള്ള യഥാർത്ഥമാകുന്ന ഒരാഗ്രഹവും കൂടെ ദൈവം അതിൻ്റെ പിന്നിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥവും യഥാർത്ഥ ആഴവും എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചു. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് സാധ്യമായി തീരണമെങ്കിൽ എന്താ പറയുന്നത്? നിങ്ങളിൽ തന്നെ നിങ്ങൾ ഉപ്പുള്ളവരായി തീരണം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു രസം വരുത്തുന്ന, സ്തോത്രം,
ഒരനുഭവം നമുക്ക് ഉണ്ടായിത്തീർന്നേ മതിയാകത്തുള്ളൂ. നമ്മളുമായി സഹകരിക്കുന്നവർ, നമ്മളുമായിട്ട് ഇടപഴകുന്നവർ ഒക്കെ ഈ ഒരു രസം, ഈ ഒരു രുചി, ഈ ഒരു സമാധാനം, ഈ ഒരു മുറിവുകളിൽ നിന്ന് പൊറുക്കപ്പെടുന്ന ഒരു അനുഭവം മറ്റുള്ളവർക്കും കൂടെ അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ ഒരു ഉപ്പായിട്ട് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് യഥാർത്ഥമാകുന്ന അർത്ഥം വെളിവായി വരുവാൻ സാധ്യമായി തീർന്നുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിപ്പാൻ കഴിയട്ടെ, വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ലോകത്തിൻ്റെ ഒരു ഉപ്പായി തീരുവാൻ എനിക്ക് സാധ്യമായി തീരുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ചിന്തിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. തന്നെയല്ല, പിന്നെ മറ്റൊരു പ്രത്യേകത, പല വസ്തുക്കളും നമുക്കറിയാമല്ലോ ചീഞ്ഞു പോകാൻ, അഴുകിപ്പോകാതെ സൂക്ഷിക്കുവാനുള്ള ഒരു കഴിവും ഈ ഉപ്പിനുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേകര് പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കടന്ന് തകർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. നിത്യത എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ, നിത്യതയുടെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പാപത്തിൽ കിടന്ന് അഴുകി പോകുന്ന അനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് ഉദ്ധരിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ഒരു യഥാർത്ഥമാകുന്ന ഉപ്പായി ഈ ലോകത്തിൽ നിന്നേ മതിയാകുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ തന്നെ തിരുവചനം നമ്മളെ ഉപ്പിനെക്കുറിച്ച് ഒത്തിരി ആധികാരികമായ ചിന്തകൾ നമുക്ക് നൽകി തരുന്നു. പഴയ നിയമ ചിന്തകളിലേക്കൊക്കെ വരുമ്പോൾ നമ്മളവിടെ കാണുവാൻ കഴിയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതായത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ധൂപം കാട്ടുവാൻ ദൈവാലയത്തിൽ ഉപയോഗിക്കുന്ന ധൂപവർഗത്തിനകത്തെ ചേരുവകളിൽ ഒരു ചേരുവ എന്ന് പറയുന്നത് ഉപ്പാണ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 35-ാമത്തെ വേദഭാഗത്ത് നമ്മളത് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിൽ പ്രാർത്ഥനയ്ക്ക് സദൃശമായി ആലയത്തിൽ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു കാര്യമാണ് ധൂപം കാട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ധൂപ ചൂർണത്തിനകത്ത് ഒരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഉപ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? വാസ്തവത്തിൽ ഈ ഉപ്പിൻ്റെ യഥാർത്ഥമാകുന്ന ഗുണം പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നവരായിരിക്കണം യഥാർത്ഥ പ്രാർത്ഥന മക്കൾ എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുവാൻ കഴിയണമെങ്കിൽ, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ കഴിയണമെങ്കിൽ, പ്രാർത്ഥനയോടെ ദൈവത്തോട് നമുക്ക് സംസാരിക്കുവാൻ കഴിയണമെങ്കിൽ വാസ്തവത്തിൽ ഈ ഉപ്പിൻ്റെ യഥാർത്ഥമാകുന്ന ഗുണം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമാകൂ എന്നും കൂടെ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഉപ്പിൻ്റെ യഥാർത്ഥമാകുന്ന ഗുണം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യവും കൂടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൽ നമ്മൾ ഉപ്പ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ, നമ്മിൽ തന്നെ ഉപ്പ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണെന്ന് പഴയ നിയമ ചിന്തകളും നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കാരണവശാലും നമുക്ക് മാറി ചിന്തിക്കുവാൻ, മാറി നടക്കുവാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ഞാനത് പറഞ്ഞ മറ്റൊരു ഭാഗത്തേക്ക് കൂടെ കടക്കുക. സ്തോത്രം. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഭോജനയാഗത്തിന് ഉപ്പ് ചേർക്കണം, എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം. അഥവാ ദൈവത്തിനുള്ള സകല അർപ്പണങ്ങളിലും ഉപ്പ് അനിവാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമ ചിന്തയുമായിട്ട് അത് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സ്തുതി സ്തോത്രങ്ങളിനകത്തെല്ലാം അടങ്ങിയിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഉപ്പ് തന്നെയാണ്. അപ്പോൾ അതില്ലാത്ത ഒരർപ്പണവും ദൈവത്തിന് സ്വീകാര്യമല്ല എന്നുള്ളതും കൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ വാസ്തവത്തിൽ ഈ ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അത് നമ്മൾ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മളെ ഒന്നും കൂടെ പരിശോധിക്കുവാൻ, നമ്മളെ ഒന്നും കൂടെ വിലയിരുത്തുവാൻ നമുക്ക് സാധ്യമായി തീരണം. എങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ ആത്മീയ ജീവിതം നയിപ്പാൻ സാധ്യമായി തീരത്തുള്ളൂ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയണമെങ്കിൽ നമ്മളിൽ തന്നെ നമ്മൾ ഉപ്പുള്ളവരായി തീർന്നേ മതിയാവുകയുള്ളൂ. ഇനിയും ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കൂടി നിങ്ങളുടെ ചിന്തയെ അതിനോടുള്ള ബന്ധത്തിൽ ക്ഷണിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വേദഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതർക്ക് ലഭിക്കുന്ന ഉദർച്ചാർപ്പണങ്ങളും അതിൻ്റെ അവകാശങ്ങളും ഒക്കെ ഒരു ലവണ നിയമത്താൽ ഉറപ്പിക്കുന്നു എന്നൊരു വാക്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ലവണ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിനാൽ ഉറപ്പിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അതായത് പഴയ നിയമത്തിൽ പൗരോഹിത്യം ഉറപ്പാക്കുന്നത് ഒരു ലവണ നിയമത്തിലൂടെയാണ് എന്ന് വരികിൽ, പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ടുള്ള യഥാർത്ഥമാകുന്ന ബന്ധം ഉറപ്പിക്കുന്നതിന് പിന്നിലും ഉപ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ
ഉപ്പ് വാസ്തവത്തിൽ നമ്മളിൽ തന്നെ ഇല്ല എന്ന് വരികിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ അത് പ്രശ്നമാണ് എന്നുള്ള യാഥാർത്ഥ്യം എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നെനിക്കറിയില്ല. എന്നാൽ ഇന്ന് ഈ ചിന്ത എന്നിൽ നിന്ന് കേൾക്കുന്നവർ നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ലോകത്തിന് രുചി കൊടുക്കുന്നവരല്ല എന്ന് വരികിൽ ആ പദവിയിൽ തുടരുവാൻ നമുക്ക് അർഹതയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആ പഴയ നിയമത്തിൽ പറയുന്നത് നമ്മൾ മുമ്പ് കേട്ടുവല്ലോ, സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയും, ഒരു ലവണ നിയമത്താലാണ് സ്തോത്രം പൗരോഹിത്യം ഉറപ്പിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന ഞാനും നിങ്ങളും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് യഥാർത്ഥമാകുന്ന ഒരു ഉപ്പിൻ്റെ അനുഭവമുള്ളവരായി ഞാനും നിങ്ങളും തീരണം എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരു വാക്യത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇസ്രായേലിൽ രാജത്വം ദാവീദിൻ്റെ തലമുറകൾക്കും സദാകാലത്തേക്കും ഒരു ലവണ നിയമത്താൽ ഉറപ്പിക്കുന്നുവെന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ പൗരോഹിത്യം ഉറപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഉപ്പിന് വലിയൊരു പങ്കുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ രാജത്വം ഉറപ്പിക്കുന്നതിന് ഉപ്പിന് വലിയൊരു പങ്കുണ്ടെന്ന് വരികിൽ സ്തോത്രം പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിത വർഗമാണ് ഞാനും നിങ്ങളും. അപ്പോൾ വാസ്തവ ദൈവം നമ്മളെ ആ നിലവാരത്തിൽ ചില അധികാരങ്ങളും ശുശ്രൂഷകളും നൽകി ദൈവത്തിന് പ്രയോജനപ്പെടണം എന്നുള്ള താല്പര്യത്തിൽ നമ്മളെ സഭയിലാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉറപ്പ് ഉപ്പിൻ്റെ പിൻബലത്താലാണ് ലഭിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ തന്നെ നിങ്ങൾ ഉപ്പുള്ളവരായി തീരണം, നിങ്ങൾ ലോകത്തിന് ഉപ്പുള്ളവരായി തീരണം. സ്തോത്രം. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥമാകുന്ന ഒരു പൗരോഹിത്യത്തിലേക്ക്, യഥാർത്ഥമാകുന്ന രാജത്വത്തിൻ്റെ പദവിയിലേക്ക്, അധികാരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഈ ചിന്ത ഇവിടെ ഉപസംഹാരത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ, ഒന്നും കൂടെ നമ്മളെ ഒന്ന് വിലയിരുത്തുവാൻ ഈ ചിന്തകൾ നിങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിശ്ചയമായിട്ടും ഒരു ഉപ്പിൻ്റെ രുചി പകരുവാൻ നിങ്ങൾക്ക് സാധ്യമായി തീർന്നിട്ടില്ലെങ്കിൽ, ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു പുതിയ സമർപ്പണത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരുവാൻ സാധ്യമായി തീരട്ടെ. എൻ്റെ ശ്രോതാക്കളാകുന്ന നിങ്ങളേവരോടും എനിക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്, ഉപ്പിൻ്റെ രസം പകരുന്നവരായി നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അനേകരെ അവരുടെ മുറിവുകളിൽ നിന്ന് വിടുതൽ നൽകുവാൻ, അനേകരെ ചീഞ്ഞു പോകുന്ന അനുഭവത്തിൽ നിന്ന്, ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ നിന്ന് മടക്കി വരുത്തുവാൻ നമുക്ക് സാധ്യമായി തീരും. അതിനുവേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിൽ തന്നെ ഉപ്പുള്ളവരായി തീരുവാൻ സർവ്വകൃപാലുവാകുന്ന ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ചിന്തകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത ഭാഗം അടുത്ത ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം നിങ്ങൾക്ക് ശ്രവിക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ നിങ്ങളുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട് എന്ന് വരികിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാം. നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ സത്യവചനം ശ്രവിക്കുവാനും അതിനെ അനുധാവനം ചെയ്യുവാനും യഥാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിശ്ചയമായും ഞങ്ങളുടെ ആരാധനയിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 12:30 വരെയുള്ള സമയത്ത് ആരാധന നടക്കുന്നു. അനുഗ്രഹീതമായ സന്ദേശങ്ങളും പാട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ശ്രവിക്കുവാൻ ഇടയായിത്തീരും. അതിനായിട്ടും നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.